ഒന്നാമത്തെ പണിഷ്മെന്റ് എന്താ കൊടുക്കുക ഒരു കഥ ഒരു കളിച്ചാൽ. ഒന്നാമത്തെ പണിഷ്മെന്റ് വണ്ടി ഓടിക്കുക. രണ്ടാമത്തെ പണിഷ്മെന്റ് ഗുണ്ടബിനാവുക, അതായത് മുടി കെട്ടുക. മുടിയല്ലല്ലോ കെട്ടേണ്ടത്, ഇവിടെ ഇതല്ലേ തുണിയല്ലേ കെട്ടുക, നെറ്റ് ഇങ്ങനെ തുണി കെട്ടുക. ഓക്കെ, അങ്ങനെ എന്തുവാ ഇത്? ഗുണ്ടബിനുന്റെ മുഖം ഇങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യാ. ഗുണ്ടബിനും അല്ലേ ഞാൻ ആയിക്കൊണ്ട്. മൂന്നാമത്തെ പണിഷ്മെന്റ് താഴത്തേക്ക് ചാടിക്കോ. എന്റെ മക്കളെ നോക്കൂ നിങ്ങള്. 5 ഡ്രസ് 5 ഡ്രസ് അലക്കിയാ മതി. ഓക്കെ, എന്നാ ഞാൻ ഗുണ്ടബിന് ആയിക്കോളാം. ഓക്കെ, വെയിറ്റ് ചെയ്യോ 2 മിനിറ്റ്. ആൾക്കാർ വെയിറ്റ് ചെയ്യണ്ടാവും. നിങ്ങൾ എപ്പ വരാം? സാധന സാമഗ്രികൾ എടുത്തിട്ട് വരാം. ഈ ഗുണ്ടബിന് വേണ്ട, ഇത് വരയ്ക്കണ്ടേ ഈ സംഭവം, ഇതിങ്ങനെ വരയ്ക്കണ്ടേ? എന്നിട്ട് ഇവിടെ കോഴിമുട്ടയില്ല. ഞാൻ ഭക്ഷണം വെച്ച് കഴിക്കാറില്ല. നിങ്ങളെ ഓരോന്നങ്ങോട്ട് മാറ്റി പറയാ, എടുക്കൂല പറയുമ്പോ. ഞാൻ ഗുണ്ടബിൻ എടുത്തോണ്ട് ഞാൻ എപ്പ വരാം? 2 മിനിറ്റ് വേണ്ട, എനിക്കിത് അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് വരിക, ആ തുണി എടുക്കുക, ഇങ്ങോട്ട് വരിക, നെറ്റിമ കെട്ടുക, അവിടെ ഇരിക്കുക. ഓക്കെ, സിനോ കട്ടില്ല കേട്ടോ. എന്തോന്ന്? താടിയുണ്ടോ ഗുണ്ടബിനുവിന്? താടിയുണ്ടോ? അറിയില്ല. ഇനിയിപ്പോ ഞാൻ സ്ഥിരമായിട്ട് ഗുണ്ടബിനെ കണ്ടിരുന്നു. ഇവിടെ ഒരു ഇതെന്തോ ഒരു സംഭവില്ലേ? അപ്പൊ ആ ഡയലോഗ് ഇട്. ഗുണ്ടബിനോ അതിടാ താടി വരയ്ക്കുന്നുള്ളു. കണ്ണങ്കര കോളനി എന്തുവാ? ഗുണ്ടബിനു കണ്ണംകുറ കോളനി. നിങ്ങൾ പറയാതിരിക്കുക. ഓക്കെ, ഗുണ്ടബിനു കണ്ണംകുറ കോളനി പ്ലീസ്. കുത്തൊക്കെ ഇട്ടു. ഇതില് ഗുണ്ടബിനു അടിച്ചാ. ഗുണ്ടബിനു കണ്ണംകുറ കോളനി മലയാളം വീഡിയോ. എന്റെ കരിമുക്ക ഇതിലൊന്ന് അടിച്ച. ഇതിലൊന്ന് അടിച്ച. ഗുണ്ടബിനു കണ്ണംകുറ കോളനി എന്ന് അടിച്ച. ലോക്കല്ലേ, സെറ്റല്ലേ? അതെവിടെ ഫുള്ള്? സ്ത്രീകളെ ഞാൻ തല്ലാറില്ല. ദശമൂലം ദാമൂനെ കടത്തി വെട്ടുന്ന ഗുണ്ടയെന്നും എങ്ങനെ ഏത് കൊമ്പ